നമുക്ക് ആദർശിന്റെ നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ ഒടുവില് നയന വരച്ചു കൊടുത്ത ഡിസൈൻ കണ്ടു കഴിഞ്ഞപ്പോ മാളവികയ്ക്ക് ഭയങ്കര സന്തോഷമായി. കൊള്ളാം, ഇത് സൂപ്പർ ആയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഡിസൈൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കിവിടെ ജോലി ഉറപ്പാ. അവർക്കൊരു സംശയവും തോന്നാത്ത രീതിയിൽ വേണം നിൽക്കാനായിട്ട്. അല്ല, ഇത്രയും നല്ലൊരു ഡിസൈന് ഈ അടുത്ത കാലത്തെങ്ങും താൻ കണ്ടിട്ടില്ല. ആദർശാന്റെ ഭാര്യ എന്താണെങ്കിലും കഴിവുള്ളവള് തന്നെ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മാളവികയുടെ മനസ്സിൽ. ഇത്തിരി സമയം കൂടെ കഴിയട്ടെ, പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഡിസൈന് അവരുടെ മുന്നിലേക്ക് എത്തിക്കണം. ഉറപ്പായിട്ടും തനിക്ക് ഈ ജോലി പ്രവേശിക്കാൻ സാധിക്കും എന്നൊക്കെ ഓർത്ത് മാളവിക അതൊക്കെ നോക്കി അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് നയനയുടെ അടുത്തേക്ക് വന്നു. നയനയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നയനെ എങ്ങനെയായി കാര്യങ്ങൾ? അയച്ചു കൊടുത്തിട്ടുണ്ട് ആദർശേട്ടാ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്താണെങ്കിലും ഈ തവണ അവളെ അവിടെ അപ്പോയിന്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അങ്ങനെ അപ്പോയിന്റ് ചെയ്താൽ മതിയായിരുന്നു. അവളാണ് ഇനിയിപ്പം നമ്മുടെ ഏക പിടിവള്ളി. അവളെ വെച്ച് വേണം നമ്മൾ ഒരു കളി കളിക്കാനായിട്ട്. ഈ സമയത്ത് നയന പറഞ്ഞു, അല്ല ആദർശേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയിപ്പോൾ അവള് ചതിക്കോ മറ്റോ ചെയ്യുവോ? ചതിക്കാനോ? അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. നിനക്കറിയാലോ, ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ എല്ലാ പ്രശ്നത്തിനും പിന്നിൽ ആരോ ഒരാളുണ്ട്. അയാൾ ആരെന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. പോരാത്തിന് കിരണും കല്യാണിയൊക്കെ ഉണ്ടല്ലോ നമ്മളെ സഹായിക്കാനായിട്ട്. ആ കാര്യത്തിൽ നിനക്ക് ഒരു പേടി വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ വിവരങ്ങൾ എൻ ജ്വല്ലറിയെ കുറിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് നന്ദുവിനെ വെച്ച് അന്വേഷിപ്പിക്കാലോ. ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ പുറത്തു വന്നേ മതിയാവുള്ളൂ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നയൻ പറഞ്ഞു, എനിക്കറിയാം ആദർശേട്ടാ, എനിക്ക് ഉറപ്പുള്ള കാര്യമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ നയനയ്ക്കും ഉണ്ടായിരുന്നു. ഈ സമയത്ത് ദേവേനി ജയന്റെ അടുത്തേക്ക് വന്നു. ജയന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ജയേട്ടാ, എനിക്ക് ആ പടം വല്ലാത്തൊരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. നീ എന്തിനാ വിഷമിക്കണമെന്ന് ചോദിച്ചു. അല്ല, ആദർശം നയനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പോലും അച്ഛൻ മൈൻഡ് ചെയ്തല്ലോ. അച്ഛനിത് എന്താ പറ്റിയത്? അത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. അച്ഛൻ ഇന്ന് വരെ ഇങ്ങനെ തകർന്ന് ഞാൻ കണ്ടിട്ടില്ല. കാരണം ആദ്യമായിട്ടാണ് അച്ഛന്റെ തല കുഞ്ഞിക്കുന്നത്. വർഷങ്ങളുടെ പാരമ്പര്യമല്ലേ മൂർത്തി ജ്വല്ലറിക്ക്. ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് തകർച്ചയുടെ വക്കീൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആർക്കാ സഹിക്കാൻ പറ്റുന്നേ? അല്ല ചേട്ടാ, എന്നാലും ഇത്രമാത്രം ആദർശനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ എന്തൊക്കെയാ ജലജയുടെ അബിയുടെ ഒക്കെ മുന്നിൽ വെച്ച് പറഞ്ഞത്. ഒരു കാരണവശാലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അച്ഛൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ ആദർശിനെ. അച്ഛൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമോനായിരുന്നല്ലോ. കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇവിടെ അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ്റെ മനസ്സ് നമ്മൾ കണ്ടില്ല എന്ന് അടിക്കരുത്. അച്ഛൻ ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ലല്ലോ. അത് പിന്നെ ചേട്ടാ, ആർക്കും ഒരു തെറ്റൊക്കെ പറ്റാതിരിക്കുന്നേ? എല്ലാവർക്കും തെറ്റു പറ്റുന്നല്ലേ? ആദർശം അത്ര കഴിവൊക്കെ ഉള്ളതല്ലേ? എന്നിട്ട് പോലും നയനമ്പോൾ ഗർഭിണിയാന്നുള്ള ഒരു പരിഗണന പോലും കൊടുത്തില്ലല്ലോ ഹോസ്പിറ്റലിൽ അവർ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ. ചെയ്യാൻ പറഞ്ഞ് സാരമില്ല, പോട്ടെ. അച്ഛൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളും നിനക്കറിയാലോ. ഒരു വലിയൊരു രോഗത്തിൽ നിന്ന് അച്ഛൻ മുക്തി നേരിട്ട് വന്നിരിക്കുന്ന. ഇനി നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോവരുത്. അച്ഛൻ്റെ ഇഷ്ടം എന്താ വെച്ചാൽ അത് നടക്കട്ടെ. അച്ഛൻ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഈ സമയത്ത് മാളവികയുടെ അടുത്തേക്ക് എൻ ജ്വല്ലറി സ്റ്റാഫ് വരുവാണ്. പിന്നീട് ഡിസൈനിങ് ഒക്കെ വരച്ചോന്ന് ചോദിച്ചു. വരച്ചു. അങ്ങനെയാണെങ്കിൽ ദേ സാറ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ മാളവിക നേരെ ഡേവിഡിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഡേവിഡിന്റെ അടുത്ത് നിന്നിട്ട് താൻ വരച്ച ഡിസൈൻ കാണിച്ചു കൊടുക്കണം. ഡേവിഡ് ആ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നീട് മാളവിക, സാറേ ഓക്കെ ആണോ? എന്താണെങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡേവിഡ് പറഞ്ഞു, നോക്കട്ടെ. കാരണം ഇതിനു മുമ്പ് കുറച്ച് പേര് ഇവിടെ ഇന്റർവ്യൂവിനും വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കാനുണ്ട്. പിന്നെ അത്രയ്ക്ക് വലിയ ഡിസൈനിങ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് കേട്ടപ്പോൾ മാളവി പറഞ്ഞു, സാർ എന്തായി പറയണേ? എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ തന്ന ടാസ്ക് അനുസരിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ തീർത്തില്ലേ സാറിന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഡേവിഡ് പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേങ്കിൽ എനിക്കൊന്ന് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാളവിക പറഞ്ഞു, ഇനി എന്താ സാറേ, ഇതിനേക്കാളും നല്ലതായിട്ട് വേറെ ആരെങ്കിലും വരയ്ക്കുവോ എന്നൊക്കെ ഇങ്ങനെ മാളവിക തട്ടി വിടുവാണ്. അത് കേട്ടപ്പോൾ ഡേവിഡ് പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ അറിയിക്കാം. തൽക്കാലത്തേക്ക് നിങ്ങൾ പോയിക്കൊള്ളാൻ പറയാണ്. അങ്ങനെ മാളവിക പുറത്തേക്ക് ഇറങ്ങി. മാളവികയ്ക്ക് ഒരു നിരാശയുണ്ടായിരുന്നു. ഇനിയിപ്പം അങ്ങനെ തന്നെ വേണ്ടെന്നെങ്ങാനും പറയുമോ? പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ല. അത്രയ്ക്ക് നല്ല ഡിസൈനാ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ഡേവിഡ് എന്ത് ചെയ്തു? അത് നാഗേന്ദ്രന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കണം ആ ഡിസൈനും കാര്യങ്ങളും. ഈ പറയുന്ന ഡേവിഡിന് ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അത്ര പ്രാവീണ്യമൊന്നും ഇല്ലല്ലോ. അയാൾക്ക് ഈ ജ്വല്ലറി മേഖല അത്രയ്ക്ക് ഒരു പ്രാവീണ്യമൊന്നും ഇല്ല. കാരണം അയാൾ ഒരു ഡെമ്മി പീസ് മാത്രമാണ്. നാഗേന്ദ്രൻ്റെയാണ് തല. അയാളാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അയാളോട് ചോദിച്ചാൽ അയാൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. ഈ സമയത്ത് മുത്തശ്ശന്റെ അടുത്തേക്ക് ദേവേനയും ജയനും കൂടെ ചെന്നു. പിന്നീട് മുത്തശ്ശനോട് സംസാരിക്കുകയാണ്. അങ്ങനെ അസുഖങ്ങളൊക്കെ കുറഞ്ഞു എന്നൊക്കെ ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ BP കൂട്ടാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു.
അത് കേട്ടപ്പം ദേവേനി പറഞ്ഞു, എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയണേ? ആദർശ് നയനെ ഹോസ്പിറ്റലിൽ വന്നോണ്ടാണോ അച്ഛന് സങ്കടം? അത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, എനിക്കിഷ്ടമില്ലാത്ത ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ BP ഒക്കെ ചിലപ്പോൾ കൂടിയെന്നിരിക്കും. ഇനി അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാതെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അച്ഛാ ഇത് കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ, അതിന് മാത്രം വലിയ തെറ്റൊന്നും എൻ്റെ മകൻ ചെയ്തിട്ടൊന്നുമില്ല. കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ എപ്പം നോക്കിയാലും അവനെ കുറ്റപ്പെടുത്തുക മാത്രം ചെയ്യുന്നേ. അവന്റെ മനസ്സെന്താ മനസ്സിലാകാത്തെ? അവനെ MD സ്ഥാനം രാജിവെച്ച് ഈ വീട് വിട്ടു പോയതല്ലേ? ഇനി അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ? അപ്പോഴേക്കും ജയൻ പറഞ്ഞു, ദേവേനി നീ ഇന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ദേവേനിയെ കുറ്റം ചീത്ത പറഞ്ഞു. പിന്നീട് ദേവേനി ഒന്നും മിണ്ടാതും കൂടെ ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും ജയൻ മുത്തശ്ശനോട് പറഞ്ഞു, അതെ അച്ഛനറിയാലോ അവളുടെ വിഷമം എന്താന്ന്. ആദർശം ഇവിടെ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നയനും പ്രഗ്നന്റ് അല്ലേ, അപ്പൊ അതിന്റെ വിഷമത്തിൽ അവള് പറഞ്ഞു പോകുന്നാന്ന് പറഞ്ഞു. ഏയ് അതൊന്നും എനിക്ക് സാരമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ജയ, എനിക്ക് എന്റേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിസിനസ്സും കുടുംബം ഒരിക്കലും ഞാൻ ഒന്നായിട്ട് കൊണ്ടുപോയിട്ടൊന്നുമില്ല. രണ്ടും രണ്ട് രീതിക്കാണ് ഞാൻ കാണുന്നത്. പക്ഷേങ്കില് ചില സമയത്ത് നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ചേമ്പിനെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്കും ഭയങ്കര സങ്കടമായി. കാരണം ഇവരുടെയൊക്കെ മനസ്സ് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. മുത്തശ്ശൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ എതിർത്ത് പറയാനും പറ്റില്ലല്ലോ. മുത്തശ്ശിക്കറിയാം അതിന്റെ കാരണം എന്താന്ന്. മുത്തശ്ശൻ എന്തുകൊണ്ടാണ് ആദർശനെ കുറ്റപ്പെടുത്തുന്നതെന്നുള്ള കാര്യം. ഇപ്പോഴിങ്ങനെ കുറ്റപ്പെടുത്തുവാണെങ്കിൽ അധികം വൈകാതെ ആ സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു. അതേസമയം അഭി നബിയുടെ അടുത്തേക്കുന്നു. നവ്യ എടുത്ത് എന്നിട്ട് നവ്യയോട് പറഞ്ഞു, അതെ ഇനിയിപ്പം അധികം നാളൊന്നും കാണത്തില്ല ഏൻ ജ്വല്ലറിക്ക് ഞാൻ കയറാനായിട്ട്. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് നവ്യെ. നീ എന്തിനാ പേടിക്കണം എന്നൊക്കെ ചോദിക്കണം. അത് പിന്നെ അങ്ങനെ ഏൻ ജ്വല്ലറിക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കുവോ ഈ വീട്ടിലുള്ളവര്? അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെ ജ്വല്ലറി ജോലി ചെയ്യാൻ പോകാൻ പറ്റും? എടാ നിനക്ക് വേണ്ടിയിട്ട് ഞാനില്ലേ, ഞാൻ സംസാരിച്ചോളാന്ന് പറഞ്ഞു. അതാണല്ലോ അഭിക്കും വേണ്ടത്. കാരണം ഇവിടെ തനിക്ക് വേണ്ടി സംസാരിക്കണം, അല്ലാതെ താൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്താന്ന് ആരും ഒരിക്കലും അറിയാൻ പാടില്ല. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഇനിയിപ്പം ഏൻ ജ്വല്ലറി എങ്ങാനും ജോലി കിട്ടുവാണെങ്കിൽ നിന്റെ റെക്കമെൻഡേഷനിൽ നീ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നത് മാത്രം എല്ലാവരും പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ എന്താടാ, ആരെങ്കിലും നിന്നെ എന്തേലും പറയുവോ? ഞാൻ നോക്കിക്കോളാം. ഈ നവ്യക്കറിയാം എന്ത് ചെയ്യണോന്ന്. നിന്നെ മൂർത്തി ജ്വല്ലറി നിറക്കി വിട്ടാലേ അനി. എന്നിട്ടിപ്പോ അവൻ MD കസേര കയറിയിരിക്കുന്നു. നിനക്ക് അവിടെയും ജോലിയില്ല. നിനക്ക് വേറെ എവിടെയും പോയി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് മാളവിക ആദർശനെ നയനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ പറയാണ്. അത് കേട്ട കഴിഞ്ഞപ്പത്തിന് ആദർശ് പറഞ്ഞു, അല്ല നാളെ ഒരു ദിവസം ഉണ്ടല്ലോ, നാളെ പറയാന്നല്ലേ പറഞ്ഞു, നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും ഈ ജോലി നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ മാളവിക പറഞ്ഞു, ആയിക്കോട്ടെ സാറേ, അങ്ങനെയാണ് എൻ്റെയും പ്രതീക്ഷ. നമുക്ക് നോക്കാം, ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. അപ്പോഴേക്കും നയനയ്ക്ക് ഭയങ്കര ടെൻഷനായി. നയന് പറഞ്ഞു, ആദർശേട്ടാ ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം വല്ലതും തോന്നുവോ? എന്ത് സംശയം? അല്ല മൂർത്തി ജ്വല്ലറി നേരത്തെ മാളവിക ജോലി ചെയ്താന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംശയം തോന്നിയാലോ? അങ്ങനെയൊന്നും ഒരു കാരണവശാലും വരാൻ വഴിയില്ല. അല്ല ആദർശേട്ടാ, ഇനിയിപ്പോൾ ഇവൾക്ക് അവിടെ ജോലി കിട്ടിയെന്ന് വെച്ചോ, അങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ ഓഫറൊക്കെ കൊടുത്ത് ഇവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലോ ഏൻ ജ്വല്ലറിക്കാര്, അപ്പൊ ഇവളും മാറിപ്പോകത്തില്ലേ? അപ്പൊ ഇവള് നമുക്കെതിരെ തീയോ നമ്മളെ ചതിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. നല്ല സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നയനയ്ക്ക്. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, ആ കാര്യമൊന്നും ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നീ കണ്ടു, നാളെ ഉറപ്പായിട്ടും മാളവിക അവിടെ ജോലിക്ക് ചേരും. ഇനിയിപ്പോൾ അറിയപ്പെടാൻ പോകുന്ന മാളവിക ഡിസൈൻസ് ആയിരിക്കും. കാരണം നീ വരച്ചു കൊടുക്കുന്നതൊന്നും മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ലോ. ഇപ്പം നയന കളക്ഷൻ ഫേമസ് ആയതുപോലെ തന്നെ മാളവിക കളക്ഷൻസും ഫേമസ് ആകാനായിട്ട് പോവാം. അതായിരിക്കും സംഭവിക്കുന്നത്. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞു. ഇന്ന് വരെ എൻ്റെ പ്രഡിക്ഷൻ ഒന്നും തെറ്റിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അങ്ങനെ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയെന്ന് പറഞ്ഞു. അങ്ങനെ ആവണമെന്നായിരുന്നു രണ്ടുപേരുടെയും പ്രാർത്ഥന. എന്താണെങ്കിലും അവരുടെ പ്രാർത്ഥന പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. കാരണം ഈ ഡിസൈനിങ് നാഗേന്ദ്രന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രന്റെ അവന്തികയും കൂടെ സംസാരിക്കുമായിരുന്നു. അപ്പം ഇത്രയും ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടും ഇതുവരെയായിട്ട് നല്ലൊരു ഡിസൈനറെ കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അവന്തികയ്ക്കും നാഗേന്ദ്രനും. അപ്പോഴാണ് MD പുതിയൊരു ഡിസൈൻ അയച്ചു കൊടുത്തത്, ഡേവിഡ്. അങ്ങനെ ആ ഡിസൈൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രൻ അവന്തികയോട് മോളെ ഇത് കൊള്ളാലോ ഒന്ന് നോക്കാൻ പറയാണ്. അങ്ങനെ അവന്തിക ആ ഡിസൈൻ കണ്ടു. ആഹാ ഇത് കൊള്ളാലോ അച്ഛാ. ഇത് വരച്ചത് ആരാണെങ്കിലും ശരി ആ ഒരു AN ജ്വല്ലറിയുടെ ഡിസൈനറാണ്. കാരണം ഇങ്ങനത്തെ ഡിസൈൻ എനിക്ക് വരയ്ക്കുന്നെങ്കിൽ നമ്പർ 1 ജ്വല്ലറി ആവും കേരളത്തിലെ നമ്മുടെ AN ജ്വല്ലറി. അത്ര നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടല്ലേ ഇവർ വരച്ചിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, 1 മണിക്കൂർ സമയം കൊടുത്തിരുന്നേ. അത് ശരിയാ, 1 മണിക്കൂറും കൊണ്ട് ഇവർ ഇത്ര നന്നായിട്ട് വരയ്ക്കണമെങ്കിൽ അവരുടെ കഴിവ് അപാരം തന്നെ എന്ന് പറഞ്ഞു. അത് കേട്ടതും
നാഗേന്ദ്രൻ പറഞ്ഞു, ശരിയാ മോളെ. അച്ഛാ, ഒരു കാരണവശാലും ഇവരെ വിട്ട് കളയരുത്. ഇവര് നമ്മുടെ ജ്വല്ലറിക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഇവരെ നമുക്ക് വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ അച്ഛൻ ഒരു കാര്യം ചെയ്യാം, ഡേവിഡിനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ നാഗേന്ദ്രൻ ഡേവിഡിനോട് കാര്യങ്ങൾ പറയാണ്. അവരെ ആരാണെങ്കിലും നമുക്ക് വേണം, കാരണം നല്ല ഡിസൈനർ ആന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഡേവിഡ് അവളെ വിളിക്കുന്നുണ്ട്, മാളവികയെ വിളിച്ചിട്ട് നാളെ ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തോളോ, നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നൊക്കെ പറയണം. മാളവികയ്ക്ക് ഭയങ്കര സന്തോഷമായി. മാളവിക ആ സന്തോഷ വാർത്ത ആദർശിനെ നയനെ അറിയിക്കുന്നുണ്ട്. അവരും ആഗ്രഹിച്ചിരുന്ന കാര്യം വരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം മാളവിക ജോയിൻ ചെയ്യാനായിട്ട് കമ്പനിയിലേക്ക് വരുവാണ്. മാളവികയുടെ ചതിയും കാര്യങ്ങളൊന്നും എൻ ജ്വല്ലറിക്ക് അറിയത്തില്ല. ഇത്രയും നാളും അവർ മൂർത്തി ജ്വല്ലറി ചതിച്ചു. ഇനിയിപ്പം ആദർശൻ നയനെയും മാളവിക എല്ലാവരും കൂടെ ചേർന്നിട്ട് എൻ ജ്വല്ലറിക്ക് നല്ല ഇടിവിട്ട് പണിയാണ് കൊടുക്കുന്നത്. നാഗേന്ദ്രൻ വിചാരിച്ചുകൊണ്ട് നാഗേന്ദ്രന് മാത്രം ബുദ്ധിയുള്ളതാ. പക്ഷേങ്കിൽ നാഗേന്ദ്രനെ കടത്തിവെട്ടി ആദർശം മുന്നേറുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.